പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നാം ധ്യാനിക്കുന്നത് യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ 1:9. അവിടെ വചനം വെളിപ്പെടുന്നത് എങ്ങനെയാണ്? നാം പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നീതിമാനും വിശ്വസ്തനും ആകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് നമ്മെ ശുദ്ധീകരിക്കുകയും ചെയ്യും. പാപം ക്ഷമിക്കുന്ന ദൈവം എല്ലാ അനീതിയിൽ നിന്ന് നമ്മെ വിശുദ്ധീകരിക്കുന്ന ഒരു ദൈവം. പ്രിയ സഹോദരങ്ങളെ, ഈശോയുടെ സ്നേഹം കാരണം എന്ന് പറഞ്ഞാൽ, ഈ വചനം പറയാനുള്ള കാരണം എന്താണെങ്കിൽ, ഒരു വ്യക്തി പാപത്തിലായിരിക്കുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈശോയുടെ ഇടപെടൽ, ആ വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഈശോയുടെ ഇടപെടലിനായിട്ട് സമ്മതം കൊടുക്കാതിരിക്കുക എന്നതാണ് അതിൻ്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ ഇന്ന് നമ്മൾ ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ നമ്മൾ ഉള്ളതുകൊണ്ട് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവ് കുഞ്ഞിതായിരിക്കാം, ചിലപ്പോൾ വലിയ ഗുരുതരമായ വലിയ പാപങ്ങളൊന്നുമല്ല, ലഘുപാപമായിരിക്കാം. പക്ഷേ സഭയുടെ മതബോധന ഗ്രന്ഥം, യുവജന മതബോധന ഗ്രന്ഥം പറയുന്നത് എങ്ങനെയാണ്? ലഘുപാപം അതിൽ തന്നെ ഗുരുതരമല്ല എങ്കിലും ഈ ലഘുപാപവുമായിട്ട് ഒരു വ്യക്തി സമരസപ്പെട്ട് അതായിട്ട് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ അത് മാരകമായ അപകടങ്ങൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വരുത്താനായിട്ട് അതിന് സാധിക്കും. അതുകൊണ്ട് കുഞ്ഞ് പാപമായിരിക്കാം, അതിനെ ഉപേക്ഷിക്കാനായിട്ടുള്ളൊരു ആഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് ലഘുപാപം നമ്മൾ നിരന്തരം ഏറ്റുപറഞ്ഞിക്കൊണ്ട് ഒരു കുമ്പസാരം നടത്തുകയാണെങ്കിൽ അത് നമ്മുടെ ക്യാരക്ടർ ഫോർമേഷന് വരെ ബാധിക്കുമെന്ന്, അത് നമ്മുടെ ക്യാരക്ടർ ഫോർമേഷനിൽ ഒരു പടി കൂടി നമ്മുടെ വളർച്ചയ്ക്ക് കാരണമാകുമെന്ന് മതബോധന ഗ്രന്ഥം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ ജീവിതത്തിൽ കുഞ്ഞു പാവങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് ഈ ഒരാഴ്ച കുറേ കൂടി വിശുദ്ധിയിൽ ജീവിക്കാനായിട്ടുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോ നമ്മെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.